മെറിൽ എന്തോ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. നല്ല പവർഫുൾ ആയിട്ട് പാടി. കുറേ സ്ഥലങ്ങൾ, ഒരുപാട് സ്ഥലങ്ങൾ നന്നായിരുന്നു. എക്സെപ്റ്റ് സരിഗമ പതിന് അനുപല്ലവി ഇല്ലേ, അതിന്റെ ടോപ്പ് പോർഷൻസ് എത്താൻ കുറെ പ്രയാസം. അവിടെയാണ് കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു പാടുമ്പോൾ. പിന്നെ അത് എത്തിയതുമില്ല. അതിലൊരു വല്യമ്മ ആ പോർഷൻ, ബാക്കിയൊക്കെ നന്നായിരുന്നു. ബാക്കിയെല്ലാം നല്ല രസമായിരുന്നു. പക്ഷെ ചിരി ആർട്ടിഫിഷ്യലായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആർട്ടിഫിഷ്യൽ ചിരി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? മനസ്സിൽ നിന്ന് ചിരിക്കാൻ പറ്റത്തില്ലേ? ഇപ്പൊ നമ്മളിപ്പം പറയുമ്പോഴത്തേക്ക് നമുക്കൊരു തമാശ കേട്ട് കഴിഞ്ഞാൽ ചിരിക്കുമല്ലോ, അങ്ങനെ ചിരിക്കത്തില്ലേ? അത് എങ്ങനെയായിരുന്നു ചിരിച്ചത്? ആദ്യത്തെ കണ്ടോ, ഈ ചിരി പഠിച്ചോണ്ട് വന്നിരിക്കുക. അത് ആദ്യത്തെ ചിരിയാണ്, രണ്ടാമത്തെ ആണോ ഒന്ന്? രണ്ടും ഡിഫറെന്റ് അവര് ചിരിച്ചേക്കുന്നത്. അപ്പൊ അതങ്ങനെ അതൊന്നും കാണാൻ പഠിക്കരുന്നോളെ, അത് വരണം. ഒന്ന് ചിരിച്ചു നോക്കട്ടെ. കണ്ടോ, ഞാനല്ലേ വരുന്നത്. അങ്ങനെ ഒരു മനസ്സിൽ നിന്ന് ചിരിച്ചേ മോളെ. അല്ല, മോടെ സ്വന്തമായിട്ട് ചിരിച്ചു. ആ അങ്ങനെ ചിരിച്ചു മതി. അത് ഈ ടോണിലോട്ടാക്കിയാൽ മതി. മോളെ ശ്രുതിയിലല്ല, ആരെങ്കിലും ശ്രുതി ചിരിക്കുമോ മോളെ? ആദ്യം ഏതെങ്കിലും ജോക്ക് കേട്ടോ. ഒരു മിനിറ്റ് തമ്പുരു വിട്ടെ. ഒന്നും ഇല്ലപ്പാ, നന്നായിട്ട് പാടി കേട്ടോ. മക്കളെ ചിരി കൊടുക്കേ. നന്നായിരുന്നു മോളെ. അത് നല്ല ഒരു രസം ഉണ്ടായിരുന്നു മൊത്തത്തില് കേൾക്കാനും. മോളെ ഇത് ആരാ പാടിയെന്നറിയാലോ? ആ, മാധുരി അമ്മ പാടിയതാണ്. അപ്പൊ മോള് നന്നായിട്ട് പാടി. നല്ലൊരു രസമുണ്ടായിരുന്നു. അപ്പൊ ഈ ഇടയ്ക്കുള്ള ചളക്കമൊക്കെ ഇപ്പൊ എം ചേട്ടൻ പറഞ്ഞു മോളാന്ന്. പിന്നെ എനിക്കത് പ്രധാനമായിട്ട് തോന്നിയത് കാളി എന്ന് മോള് പറയുമ്പോ കാലില്ലല്ലോ, കാലില്ലല്ലോ അങ്ങനെ കേൾക്കുന്നത്. കേക്കട്ടെ, കാളി, മഹാകാളി, ആ കാളിയല്ലോ, കാളി ആ കേക്കട്ടെ. കാളി എന്നാ കേൾക്കുന്നത് മോളെ. കാളി, അത് മോള്, അത് മോടെ ഒരു വീക്ക് പോയിന്റ് ആണ്. അത് മോളെ ശരിയായിക്കോണം. കാളി ഇപ്പൊ മുകളിൽ ഇപ്പൊ താഴെ പാടിയാൽ നമുക്ക് ഒരു വർഷം ഇതിനേക്കാളും ക്ലാരിറ്റി ഉണ്ടോ? താഴെ പാടിയേ ഇത് കേൾക്കും, മോളി പാടുമ്പോ കേൾക്കുന്നില്ല. അപ്പൊ അത് നമ്മള് കറക്റ്റ് ചെയ്യണം കേട്ടോ മോളെ. അതേ ഉള്ളൂ. നല്ലൊരു ഓളം ഉണ്ടായിരുന്നു. ആ ഡാൻസേഴ്സ് ഇവിടെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള, ഇത്രയും സീനിയർ ആയിട്ടുള്ള നമ്മുടെ അഭിമാനമായ എം ജി അണ്ണ നോക്കി ആ ഡാൻസേഴ്സ് കാണിച്ച മോള് കണ്ടോ? എന്തിനാ തിരിയുന്നത്? കോലുന്ന ആരാണോ കട്ടൗട്ട് അണ്ണനെ കാണിച്ചു? എനിക്ക് സങ്കടമുണ്ട്. ഞങ്ങൾ ഓൾ ജഡ്ജിങ് പാനലിൽ ഞങ്ങളുടെ വിഷമം അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. ഞങ്ങള് തല കുലിച്ചു. അത് വിഷമമായിപ്പോയി. പോട്ടെ, പിന്നെ നമ്മുടെ ഡാൻസേഴ്സ് അല്ല അവരത്തിന് കഷ്ടപ്പെടുന്നു. പക്ഷെ ഡാൻസേഴ്സ് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ് മോളെ. ശരി, അപ്പൊ ഒരു ചോദ്യം. ഒരില 11 എങ്ങനാണ്? മീനൂട്ടിക്ക് ഇറങ്ങി മിണ്ടരുത്. ആ ശരിയാ. ഒരില 11 എങ്ങനാണ്? മുറിച്ചെന്ന് പറഞ്ഞു. ഞാനും കൂടെ പറഞ്ഞോട്ടെ? വേണ്ട, പ്ലീസ്. ഇല്ലയുടെ പേരാണോ? അല്ല. നിത്യ ചേച്ചി നോക്കുന്നേ, നിത്യ ചേച്ചി സമ്മതിക്കത്തില്ല. ഞാൻ പറയട്ടെ, 10ന്റെ കൂടെ വെക്കുമ്പോഴാ? അല്ല, അതിന്റെ അടുത്തെത്തി. എന്തൊരു ബുദ്ധിയാണ്. ശരിയാണോ? അല്ല, അതേന്ന് 10ന്റെ അടുത്തെത്തുമ്പം 10ന്റെ ഉത്തരം ശുദ്ധ തെറ്റ്. അതിന്റെ ഉത്തരം 11. 11. അതിൽ നല്ല എന്റെ ഉത്തരവാണ്. 10 കൂട്ടത്തിൽ വെക്കുമ്പോഴാണ് 11. അല്ല.